ഈ മീറ്റിംഗ് ആരംഭിക്കേണ്ടിയിരുന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ ഹതഭാഗ്യരായ ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തി വേണമായിരുന്നു. ഒരനുശോചനം പോലും രേഖപ്പെടുത്താൻ തുനിയാതെയാണ്, മര്യാദ കാണിക്കാതെയാണ് ഈ യോഗം ഇന്ന് ഗവൺമെൻറ് തല യോഗം മന്ത്രിമാർ ഇന്നിവിടെ നേതൃത്വം കൊടുക്കുന്നത്. വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ വ്യക്തികളുടെ ഹതഭാഗ്യരായ ആളുകളുടെ വീട്ടിൽ പോകാത്തതായ മന്ത്രിയെ ഇരുത്തി എങ്ങനെ ഒരു മീറ്റിംഗ് ഈ വയനാട് ജില്ലയിൽ കണ്ടക്ട് ചെയ്യും? എങ്ങനെ അദ്ദേഹത്തെ ഇരുത്തി ചർച്ച ചെയ്തതുകൊണ്ട് വല്ല ഫലമുണ്ടോ? വയനാടിൻ്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിൻ്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് മീറ്റിങ്ങിനകത്ത് വെച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരേണ്ടത് മന്ത്രിതല സംഘമല്ല, വരേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മരണമടഞ്ഞവരുടെ വീടുകളിലും സർവകക്ഷി യോഗത്തിലും ജനങ്ങളുമായി സംവദിച്ച് വേദനകൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ മന്ത്രിസഭാ സമിതി വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്കെതിരെ വയനാട് ജില്ലയിൽ മലയോര മേഖലയിൽ രൂക്ഷമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുക. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം വരാൻ പറ്റാത്തത് കൊണ്ട് മറ്റു ചില മന്ത്രിമാരെയും കൂടി കൂടെ കൂട്ടി ഒരുമിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ മറ്റു മന്ത്രിമാരുടെ സാന്നിധ്യത്തെ വില കുറച്ച് കാണാനല്ല ആഗ്രഹിക്കുന്നത്. ഈ വനം മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. ജില്ലയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം. ഞങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ ബഹിഷ്കരിച്ചിട്ടില്ല. എത്ര മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തി? ഞങ്ങൾ ഉള്ളിൽ പറഞ്ഞു, നിരവധി മീറ്റിംഗ് നടത്തി, തീരുമാനങ്ങളെടുത്തു. സമഗ്ര പദ്ധതി വേണം, പ്രതിരോധ നടപടികൾ ഉണ്ടാവണം, ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം, ജനങ്ങൾക്കുള്ളതായ കോമ്പൻസേഷൻ തുക വർദ്ധിപ്പിക്കണം, മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം ഗൗരവതരമാണ്, കോമ്പൻസേഷൻ തുകയുടെ സ്പീഡി ഡിസ്പോസൽ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങി ആശ്രിതർക്കുള്ളതായിരിക്കുന്ന ജോലിയും കോമ്പൻസേഷനും അവരുടെ കടമെഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ വേണ്ടത് ചർച്ചയല്ല, നടപടികളാണ്. ആ നടപടികൾ ഗവൺമെൻറ് തലത്തിലുള്ള നടപടികൾ തീരുമാനിക്കുന്നതിന് പകരം ഉത്തരവാദിത്തത്തോടുകൂടി അത് നിർവഹിച്ചു ഞങ്ങൾ എന്ന് പറയുന്നതിന് പകരം ചർച്ച നടത്തി കബളിപ്പിക്കാനുള്ള തുടർ പ്രവർത്തനം സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്.